നമസ്കാരം ഗെസ് വിഷ്ണുവാണ്. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്ത് ബഡ്ജറ്റ് എങ്ങനെ കുറയ്ക്കാൻ പറ്റും. ബഡ്ജറ്റ് കുറയ്ക്കുകയും ചെയ്യണം, നല്ല മെറ്റീരിയൽ വയ്ക്കണം. ബഡ്ജറ്റ് കുറച്ച് നല്ല മെറ്റീരിയൽ ചെയ്യേണ്ട ഒരേ ഒരു മാർഗ്ഗമേ നമ്മൾ ആവശ്യമില്ലാത്തടുത്ത് വർക്ക് ചെയ്യാതെ ഇരിക്കുക. അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുക എന്നുള്ളതല്ല. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളൊരു കിച്ചൺ ചെയ്യുമ്പോഴത്തേന് അവിടെ അത്യാവശ്യം സ്റ്റോറേജ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കിച്ചണാന്നിരിക്കട്ടെ. ഒരു 10x10 സൈസിൽ വരുന്ന ഒരു എൽ ടൈപ്പ് ഓർ സി ടൈപ്പ് കിച്ചൺ എങ്ങനെ ആയിക്കോട്ടെ. അതിനകത്ത് അത്യാവശ്യം സ്പേസ് നിങ്ങൾക്ക് ഓൾറെഡി അതിൻ്റെ അപ്പർ ആൻഡ് ബോട്ടം ക്യാബിനറ്റ്സ് കിട്ടുന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാതെ ലോഫ്റ്റ് ഏരിയാസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പോയിക്കാനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ നിങ്ങൾക്ക് വരാൻ പോകുന്നത് കൂടുതൽ എക്സ്പെൻസ് വരും. കാരണം വെച്ചാൽ ലോഫ്റ്റ് ഏരിയയിൽ ഒരിക്കലും കട്ടിങ് വരില്ല. കാരണം വെച്ചാൽ നമുക്ക് വിൻഡോയുടെ കട്ടിങ് വരില്ല, ഡോറിൻ്റെ കട്ടിങ് വരില്ല, ഒന്നുമില്ല. താഴത്തെ ഫ്ലോർ പോലെ തന്നെ കണ്ടിന്യൂറ്റി ആയിരിക്കും മുകളിൽ വരുന്നത്. അത്രയും ഏരിയ കബോർഡ് കയറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ആവശ്യമില്ലാതെ പൈസ സ്പെൻഡ് ആവും. ഓരോ പെർ സ്ക്വയർ ഫീറ്റിന് നിങ്ങൾ വെറുതെ പൈസ എണ്ണി ഈ ചെയ്യുന്ന കമ്പനിക്ക് കൊടുക്കേണ്ടി വരും. അപ്പം നമ്മൾ ആ ചെയ്യുന്ന അല്ലെങ്കിൽ ആ മുടക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തടുത്ത് വർക്ക് ചെയ്യാനുള്ള ഒരു പൈസയാണ് നമ്മളവിടെ ആവശ്യമില്ല സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് ചെയ്യുന്ന സമയത്ത് ഫ്രെയിമായിട്ട് മാക്സിമം ചെയ്യാം. അതായത് ലോഫ്റ്റ് ഏരിയ മാക്സിമം ഫ്രെയിം വർക്കായിട്ട് ചെയ്തിട്ട് ഡോർ മാത്രം ഫിക്സ് ചെയ്യുക. ഒരിക്കലും ബോക്സ് വർക്കായിട്ട് ചെയ്ത് ഓവർ സ്ക്വയർ ഫീറ്റ് കയറ്റാതിരിക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് അവിടെ ഒരു ബഡ്ജറ്റ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ കബോർഡ്സിനകത്ത് മാക്സിമം ലെഡ്ജസുകൾ, ഈ തട്ടുകൾ കണ്ടിട്ടില്ലേ, അതായത് നമ്മളുടെ അപ്പർ ക്യാബിനറ്റ്സുകളിൽ മാക്സിമം തട്ടുകളൊക്കെ ഉൾപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അവിടെ ബോക്സ് ആയിട്ട് സ്ക്വയർ ഫീറ്റ് കയറത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെയും നമുക്ക് ആ ഒരു ഏരിയയിലെ ബഡ്ജറ്റ് കുറയും. ആ ബഡ്ജറ്റ് എടുത്ത് അടുത്തടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തൊരു കാര്യം നമുക്ക് ഒരു പാർട്ടീഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലും പ്ലൈവുഡ് വർക്കുകൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് പാനലിങ്ങുകളൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഒരുപാട് പൈസ സ്പെൻഡ് ആകും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 80,000 to 1,00,000 രൂപ വരെയൊക്കെ ഒരു വലിയ പാർട്ടീഷൻ നമുക്ക് ഏറ്റവും കുറഞ്ഞ ചിലവാകുന്നതായിരിക്കും. പാർട്ടീഷൻ മാർക്കറ്റ് ഡ്രൈവ് എല്ലാം കയറി വരുമ്പോഴത്തേനും അപ്പോൾ നമുക്ക് ഒരു കാര്യം പാർട്ടീഷൻ അത്രയും പൈസ കളയേണ്ട ആവശ്യമുള്ളതല്ല. ശരിക്കും പറഞ്ഞാൽ മാക്സിമം നമുക്കൊരു 50,000 മേളിലേക്ക് പാർട്ടീഷന് മുടക്കാതിരിക്കുക. കാരണം വെച്ചാൽ ആ ഒരു ബഡ്ജറ്റ് നല്ല സൂപ്പറായിട്ട് പാർട്ടീഷൻ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത് GIയോ പ്ലൈവുഡോ ഒക്കെ മിക്സ് ചെയ്ത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും കൂടെ ശ്രദ്ധിക്കുക. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, ഞങ്ങൾ ചെയ്തു പോകുന്ന ഒരു രീതിയാണ് ഞങ്ങൾ പറഞ്ഞു തരുന്നത്. കാരണം വെച്ചാൽ എങ്ങനെയാണോ ബഡ്ജറ്റ് അവിടെ കുറയ്ക്കാൻ പറ്റുന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ആണിത്. അതായത് ഒരുപാട് ബൾക്ക് വർക്കുകൾ കയറ്റാതെ മിനിമലായിട്ട് വർക്ക് ചെയ്യുക. നമ്മളുടെ ഈ പുറം രാജ്യങ്ങളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ അവർ കൂടുതലും വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഏറ്റവും മിനിമലായിരിക്കും അവരുടെ വർക്ക് എന്ന് പറയുന്നത്. അവർ ഒരുപാട് വാരി വലിച്ച് ഉള്ള രീതിയിലുള്ള പരിപാടികൾ ചെയ്യില്ല. അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ. നമ്മുടെ നാട്ടിലുള്ള പരിപാടി എന്ന് വെച്ചാൽ കുറേ ഡിസൈൻസുകൾ, അതായത് ഇപ്പം ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഡിസൈനേഴ്സ് കാണും. അപ്പോൾ അതായത് ജസ്റ്റ് ഈ പഠിച്ചിറങ്ങിയ പിള്ളേരൊക്കെ ഡിസൈൻ ചെയ്യുന്ന 3D വെച്ചിട്ട് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേന് ഒരുപാട് ബഡ്ജറ്റ് അവിടെ സ്പെൻഡ് ആവുന്ന ഒരു ഇഷ്യൂ ആണ് പലർക്കും കണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾ ഡിസൈനേഴ്സും കൂടെ ചിന്തിക്കേണ്ട കാര്യം വെച്ചാൽ ഇത് പ്രൊഡക്ഷനിലേക്ക് കൊണ്ടുവരുമ്പം നമുക്കത് എത്രമാത്രം പ്രാക്ടിക്കലാണ്, അതുപോലെ തന്നെ ആവശ്യമില്ല അവിടെ മണി സ്പെൻഡ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് മാക്സിമം ആ ഒരു സാധനം വൃത്തിയാക്കി മിനിമലാക്കി ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ ബഡ്ജറ്റ് നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. അതുപോലെ ഇങ്ങനെ ചെറിയ ടിപ്സ് കാര്യങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. അവർക്ക് ദിസ് സൈനിങ് ഓഫ്.